മലബാർ മീഡിയ അവതരിപ്പിക്കുന്ന പരമ്പര റീക്യാപ്പ്. ചില ഓർമ്മപ്പെടുത്തലുകൾ. _let us recap the main points _ മലബാർ മീഡിയ പരമ്പര. ഇരു മുന്നണികളുടെയും നല്ലതും അല്ലാത്തതുമായ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. നല്ല തിരുത്തലുകൾക്കായി കാണാതിരിക്കരുത്, കാണാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും മാനസികമായിട്ടുള്ള ധൈര്യം വീണ്ടെടുക്കണം. ഇവിടെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകും എന്നൊരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം, നന്ദി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷീ അഹമ്മദ് MP ഉള്ള കാലത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചൊരു പാലാണ്. അതിന്റെ ഉടമസ്ഥാവകാശവും അതിന്റെ മെയിൻ്റനൻസും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നടത്തേണ്ടത്. അത് MLAക്ക് പോയിട്ട് നന്നാക്കാൻ കഴിയില്ല. അത് നന്നാക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അപ്പൊ അത് നന്നാക്കുന്നതുമായിട്ടുള്ള ഒരു ബാധ്യതയും MLAക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത് പഞ്ചായത്തിൻ്റെതാണ്. പല ഫണ്ടുകളും ചെലവഴിക്കുന്നുണ്ട്. റിപ്പയറിന്റെ ഫണ്ട് ചെലവഴിക്കാൻ പറ്റില്ല, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ല. പുതിയ പാലങ്ങൾക്ക് മാത്രം ഫണ്ട്. പുതിയ പാലങ്ങൾ ഉണ്ടാക്കാം. അത് പുതിയ പാലം എന്നിട്ടാണെങ്കിൽ ഈ പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പരിപാടിയില്ല. സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ പറ്റൂല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണ്. അത് അവർ തന്നെ നന്നാക്കണം. പ്രസിഡന്റിന്റെ ചേംബറിൽ കൂടി യോഗ തീരുമാനപ്രകാരം ഉണ്ടായ ഈ റോഡിന്റെ താൽക്കാലികമായിട്ടുള്ള പുനഃസ്ഥാപനവും യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കാൻ മഹളറ മാനേജ്മെൻറ്റ് ഏറ്റ ആ നടപടി അത് അടിയന്തരമായിട്ട് മഹളറ മാനേജ്മെൻറ്റ് നടത്തിയാൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ 100% പരിഹരിക്കും. നമ്മൾ പരിഹരിക്കും. അതിന് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടിയിരുന്നു. അതിൽ അജണ്ട ഇല്ലാതെ തന്നെ ഈ പ്രശ്നം വാർഡ് മെമ്പർ അവിടെ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ വഴി കണ്ടെത്താൻ വേണ്ടി ഒരു സർവേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ഭരണസമിതി തീരുമാനപ്രകാരം ആവശ്യപ്പെടാനും MLAയോട് ഇപ്പോൾ MLA വെച്ച നിർദ്ദിഷ്ട ഫണ്ട് ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മാറ്റണമെന്ന് ഞാൻ കൊടുത്ത കത്തിന് പുറമെ പഞ്ചായത്ത് ഭരണസമിതിയുടെ റെസൊല്യൂഷനായിട്ട് കൊടുക്കാനും വേണ്ടി നാളെ വൈകുന്നേരം 3:30 അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഇവിടെ 10-12 നിയമനങ്ങൾ നടത്തിയതിന് ഏതെങ്കിലും ഒരാളോട് ഒരു ഉദ്യോഗാർത്ഥിയോട് എന്തെങ്കിലും ഒരു നയാ പൈസ ആരോടെങ്കിലും വാങ്ങിയെന്ന് പറയാൻ ഒരാൾക്കും ആക്ഷേപം ചെയ്യാൻ കഴിയില്ല. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ചിലപ്പം പണി കിട്ടിയവർ ഗതികോട് കൊണ്ട് പറയില്ല, ഞങ്ങൾക്ക് അവിടെ പണം തരാമെന്ന് പറഞ്ഞ് 5 ലക്ഷം 10 ലക്ഷം ചോദിച്ചതിന്റെ എല്ലാം കണക്ക് ഞങ്ങളെടുത്തുണ്ട്. അങ്ങനെ നിയമനം നടത്തുന്ന രീതിയല്ല ഇടതുപക്ഷത്തിനുള്ളത്. അത് കൃത്യമായി പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, എല്ലാ ചിട്ടവട്ടങ്ങളും പൂർത്തിയാക്കിയാണ് ഞങ്ങൾ നിയമനം നടത്തുക. ശക്തമായ തിരിച്ചുവരവ് ഈ പഞ്ചായത്തിൽ നമ്മുടെ ഭരണസംവിധാനം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നോട്ട് ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മതനിരപേക്ഷവാദികളെയും ഈ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെയും ഇടതുപക്ഷ മനസ്സുള്ളവരുടെയും വോട്ടുകൾ നേടി ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ കരുതുന്നതിന് വേണ്ടി, ആ കരുതലിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തോടൊപ്പം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും, അതോടൊപ്പം ഞങ്ങൾ 1-ാം തീയതി നടക്കുന്ന ഈ ഭരണാധികാരികൾക്കെതിരായി നടത്തുന്ന സദസ്സിലും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് 15 വർഷമായി ഇത്തരമൊരു അനീതി ഇവിടെ നടന്നിട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് മാവൂരിന് വാസത്തിൽ ആലോചിക്കാൻ പറ്റാത്തൊരു നാണക്കേടായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ നയിച്ചിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പോരാട്ടം കേരളം മുഴുവൻ ആഞ്ഞടിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ സംബന്ധിച്ചിടത്തോളം മാവൂരിൻ്റെത് ഏറെക്കുറെ താരതമ്യമില്ലാത്ത ഒരു വലിയ പോരാട്ടമായിരുന്നു. അത്ര
സർക്കാരിന്റെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെറുപ്പ ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്ന വ്യക്തമായ പരിപാലനം, ബിൽഡിങ്ങിന് വേണ്ട രീതിയിലുള്ള പരിപാലനം, അതിൻ്റെ മെയിൻ്റനൻസ് നടക്കാത്തത് കഴിഞ്ഞ 52 വർഷം പഴക്കണ്ട ഈ ബിൽഡിംഗ് 52 വർഷം. ഈ 52 വർഷത്തിൽ ഈ ബിൽഡിങ്ങിന് വേണ്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ അന്ന് വന്ന, അതായത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഭരണസമിതി ഇത് വേണ്ട പരിപാലനം മെയിൻ്റനൻസ് നടത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് അപകടാവസ്ഥയിലായത് എന്ന് പറഞ്ഞ തെറ്റുണ്ടാകും. ശരിയല്ല, ഇപ്പൊ അപകടാവസ്ഥയിലാണ്. ഇതാണ് അതിന് കാരണം നമ്മളെ ഒരു പൊതു സ്വത്തായിട്ടുള്ള മാവൂരിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വ്യക്തമായി പരിപാലിക്കാത്തതുകൊണ്ടാണ്. കാരണം 72 വർഷം പഴക്കമുള്ള JNB ബിൽഡിംഗ് ഇന്നും കോഴിക്കോട് നഗരത്തിൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ 52 വർഷം മാത്രം പഴക്കമുള്ള ഈ ബിൽഡിംഗും പരിപാലനം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ഇവിടെ നിഷേധിക്കലും വാക്കുകൾ. ഇപ്പോൾ ഈ കെട്ടിടം അതിഭീകരമായ അവസ്ഥയിലാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എല്ലാം ഇപ്പോൾ പഞ്ചായത്ത് ഉത്തരവാദിത്തമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുക. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ അപകടാവസ്ഥയുള്ള കെട്ടിടം പൊളിച്ചു നിൽക്കുക. അപകടാവസ്ഥയുള്ള ഒരു കെട്ടിടമാണ് പൊളിക്കുന്നത്. അതിന് ജനങ്ങളുടെ ഇതുണ്ട്. അത് മാത്രമല്ല, ഈ ബിൽഡിംഗ് പൊളിയുന്നതോട് കൂടി മാവൂർ അങ്ങാടി ഒരു വെളിച്ചത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എല്ലാവിധ ഭാവങ്ങളും നേർന്നു. നന്ദി, നമസ്കാരം. കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. 2018 മുൻപ് ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന്റെ ഏതാനും സമയം മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ പരിപാടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ IAB ഉണ്ട്. കൂട്ടുന്ന സമയത്ത് ഈ കക്ഷികൾ എങ്ങനെയാണോ അവിടെ ഉപയോഗിച്ച് പോയിരുന്നത്, അവരെ പ്രയാസം തീർത്തിരുന്നതെന്നുള്ളത് പരിഹരിക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്, ഈ സ്ഥാപനത്തിനുണ്ട്. 5 കുടുംബമല്ല, ഒരു കുടുംബത്തിൽ ഒരാളായാൽ പോലും അയാൾക്ക് നടക്കാൻ വഴി വേണം. അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. അത് മഹിളാറായൻ്റെ റോഡല്ല, അത് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട റോഡാണ്. അത് ആ വീട്ടുകാർക്കുള്ള പൊതുവഴിയാണ്, അല്ലാതെ മഹിളാറായൻ്റെ റോഡല്ല. മഹിളാറായൻ്റെ റോഡാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ പൈസ വെച്ചിട്ട് അവിടെ പണി നടത്തൂലല്ലോ. ആ സർവേ നടത്തിയിട്ട് ഒരു തീരുമാനമെടുക്കാൻ സർവേക്കാർ വന്ന് ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ അറിയാലോ നമ്മൾക്ക് അവർ രേഖകളാണല്ലോ അതിൽ കണക്ക് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ഥലത്തിൻ്റെ പരിമിതികൾ ഓരോരുത്തർക്ക് അർഹതപ്പെട്ട പരിമിതി ആരെങ്കിലും കൈയേറിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അത് ഈ സർവേ കൂടെ നടത്താൻ കഴിയണം. ഫോണിൽ
ഞങ്ങൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ആ രീതിയിലേക്ക് തന്നെ നമ്മുടെ മാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നിയമനത്തിൽ നടന്നിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ കൃത്യമായി തന്നെ ഞങ്ങൾ നാളെ ഫ്ലക്സ് ബോർഡുകളിൽ മാവൂരിന്റെ 18 വാർഡിനകത്തും ഓരോ അങ്ങാടിനകത്തും മുക്കിലും മൂലയിലും പ്രചരിപ്പിക്കും. ആ പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി മറുപടി നൽകാൻ ഇവിടുത്തെ ബാങ്ക് ഭരണസമിതിയും അതിനെ നിയന്ത്രിക്കുന്ന CPIM തയ്യാറാക്കണമെന്നതാണ് KPI ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. CPIMന്റെ ബാക്കി നേതാക്കന്മാർക്കും മക്കൾക്കും മരുമക്കൾക്കും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് അമ്മായിന്റെ മക്കളെ വരെ നിയമനം നടത്തുന്ന രീതിയിലേക്കാണ് 17 നിയമനം നടന്നത്. പട്ടികജാതി വിഭാഗക്കാരെ പരിഗണിക്കാതെ അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് 17 പേർക്ക് നിയമനങ്ങൾക്കായി നടന്നത് ഏത് സമയത്തും വിളിച്ചു പറയാൻ CPIM പ്രസ്ഥാനം തയ്യാറാവുന്നുണ്ട്. അതിനവരെ തെരഞ്ഞെടുപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കുന്ന ബോർഡുകൾ രാത്രിയുടെ മറവിൽ ഒഴുത്തു കഴിയുന്ന ആ പഴയ കിട്ടാത്ത നയമുണ്ടല്ലോ, ആ നയങ്ങളുണ്ടെങ്കിൽ മാവിന് നടപ്പിലാവില്ല. ഏത് പാതിരാത്രിക്കും ഏത് പാതിരാത്രിയിലും KPI സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നിങ്ങളെടുക്കാൻ നിലക്കെട്ടാൽ KPI മാവൂരിനകത്ത് ഏത് ബ്രാഞ്ചിനകത്താണെങ്കിലും എവിടെ ബോർഡ് വെച്ചാൽ ആ ബോർഡ് പോലും കാണാത്ത രീതിയിലേക്ക് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കാരണം നേതാക്കന്മാർ അത്ര മുൻദ്യോലാണ്. ആ കേരള പ്രവാസി അസോസിയേഷനാണ് പുതിയ പാർട്ടി. ആ പാർട്ടിയാണ് പുതിയ സഖ്യകക്ഷിയായി വന്നിട്ടുള്ളത്. ആ സഖ്യകക്ഷിയെയും കൂടി കൂട്ടി ഇടതുപക്ഷത്തെ എങ്ങനെ ശരിപ്പെടുത്താം, അങ്ങനെ ശരിപ്പെടുത്താനും കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വാർഡുകൾ കീറി മുറിക്കാൻ തുടങ്ങി. അങ്ങനെ കീറി മുറിച്ച് പെട്ടെന്ന് വാർഡുകൾ ഉണ്ടാക്കിയപ്പോ 8ാം വാർഡിലെ കുറെ വോട്ട് 18ാം വാർഡ്, 19ാം വാർഡിലും 17ാം വാർഡിലുള്ള കുറെ വോട്ടുകൾ കിടക്കുന്നു വേറെ വാർഡിൽ. അങ്ങനെ ആകെ കൂടെ കോയമാന്തരത്തിലായി ആകെ പ്രശ്നമായിട്ടുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ചേർന്നതല്ലത്, ഞങ്ങളെ പണി ചെയ്യൂല. പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചാൽ ഞങ്ങളെ ചെയ്തിരിക്കും, തർക്കമൊന്നുമില്ല. അതുകൊണ്ട് കുറെ KPIക്കാർ ഇറങ്ങിയിട്ടുണ്ട് പോലും. ആ ഉണ്ണികൃഷ്ണന് സ്ഥിര നിയമനം കൊടുക്കാൻ ഈ പാർട്ടി തീരുമാനിച്ചതാ. ആരല്ല ഉണ്ടാക്കിയത്? വേറെ അറിയില്ല. ഉണ്ണികൃഷ്ണൻ തന്നെയല്ല ഉണ്ടാക്കിയത്. ഉണ്ണികൃഷ്ണൻ അല്ല ഇല്ലാണ്ടാക്കിയത്. കഴുത കരഞ്ഞു തീർക്കാൻ പറഞ്ഞിട്ടില്ല ഞങ്ങള്. വേറെ വാക്കുകൂടി ഉണ്ട് ഞങ്ങൾക്ക്, ഞാൻ പറയില്ല. അതുപോലെ ഇപ്പൊ അങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ ഒന്ന് ഒരു സഹാബ് പറഞ്ഞത് കഴിഞ്ഞ പെരുന്നാളിന് ഒരു കുണ്ടനായിട്ട് കോഴിക്കോട്ട് വേണ്ടിയിരുന്ന. അതിനുമുമ്പ് ഈ 2 മുമ്പ് ഒരു ചക്കരി വെച്ച് വണ്ടിന്റെ ഉള്ളിൽ ഇളവരം കട പറഞ്ഞു കൊണ്ടുവന്ന. ഇതൊക്കെ ആളുകൾ സംശയിക്കാനേ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള വിവരമാണ് എന്നത്. ഇന്നിപ്പോ ഒരു ലീഗിനാണ് എന്നോട് പറഞ്ഞത് KPIക്ക് 2 വാർഡാണ് മാവൂർ പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ പ്രാഥമിക ധാരണയായി കഴിഞ്ഞു. മനസ്സിലായത് എന്താ സംഭവം? KPI വിജയിപ്പിക്കലല്ല പ്രശ്നം. KPI എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകാം, എങ്ങനെ അതിലൂടെ കുറുക്കു വഴികളിലൂടെ പണത്തിലൂടെ ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരാം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എങ്ങനെ വെട്ടിമുറിച്ചാലും ജനങ്ങളുടെ മനസ്സിനെ വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് ഒരു കാലത്ത് കഴിയില്ല. ഈ ജനവികാരം നിങ്ങൾക്കെതിരാക്കി മാറ്റി നിങ്ങൾ എങ്ങനെ വെട്ടിമുറിച്ചാലും ആ വെട്ടിമുറിച്ചതിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേറ്റ് ഈ പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ജനങ്ങളെ കരകയറ്റുന്നതിന് ഇടതുപക്ഷമാണ് ശരി എന്ന് വരുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. അങ്ങനെ എത്തിക്കുമ്പോൾ അതിന്റെ കൂടെ ഇവിടെ ഇടതുപക്ഷം മാത്രം പോരാ, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന, ഇടതുപക്ഷത്തെ ഭരിക്കാൻ വിടണമെന്ന് ആഗ്രഹിക്കുന്ന, മാനസികമായി ആഗ്രഹിക്കുന്ന അപ്പുറത്തുള്ളവരും ആ ആളുകളുടെ കൂടി പിന്തുണ ഞങ്ങൾക്ക് വേണം. മലബാർ മീഡിയ അവതരിപ്പിക്കുന്ന പരമ്പര റീക്യാപ്പ്. ചില ഓർമ്മപ്പെടുത്തലുകൾ _let
എസ് റീക്യാപ്പ് ദ മെയിൻ പോയിന്റ്സ് അണ്ടർസ്കോർ മലബാർ മീഡിയ പരമ്പര. ഇരു മുന്നണികളുടെയും നല്ലതും അല്ലാത്തതുമായ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. നല്ല തിരുത്തലുകൾക്കായി കാണാതിരിക്കരുത്, കാണാൻ മറക്കരുത്.